5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ശംഖുമുഖം ബീച്ച് കടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. എത്ര മനോഹരമായ തിരുവനന്തപുരത്തുകാരുടെയും കേരളീയരുടെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെയും വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവരുടെയൊക്കെ എയർപോർട്ടിൽ പോകുന്നവരുടെ മനോഹരമായ ഒരു കടൽ തീരമായിരുന്നു ശംഖുമുഖം. എത്ര ശാന്തസുന്ദരമായി അവിടെ ചെന്നിരിക്കാമായിരുന്നു. യുവമിഥുനങ്ങൾക്ക്, അതുപോലെ തന്നെ ലവ് ബേഡ്സിന്, കുട്ടികൾക്ക്, പ്രണയിനികൾക്ക്, പിന്നെ കുടുംബാംഗങ്ങൾക്കെല്ലാം അവിടെ പോയി അവിടുത്തെ കുതിരസവാരിയും അവിടെ പോയുള്ള കപ്പലിന്റെ വാങ്ങിച്ച് തീറ്റിയും എത്ര വളരെ മനോഹരമായിട്ടുള്ള, ഞാൻ എത്രയോ തവണ ഞാൻ ഒറ്റയ്ക്കും കുടുംബവുമായിട്ടൊക്കെ എത്രയോ തവണ പോയിട്ടുള്ള ഒരു ബീച്ചാണ്. എത്ര മനോഹരമായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ കാനായി കുഞ്ഞിരാമൻ സാറിന്റെ മത്സ്യകന്യകയുടെ ബിംബമുണ്ട്. രാജാവിന്റെ മറ്റേ ആറാട്ട് നടത്തുന്ന മണ്ഡപമുണ്ട്. മനോഹരം. പിന്നെ എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെ അവിടെ ഇറങ്ങാം, അവിടെ വിശ്രമിക്കാം. വളരെ മനോഹരവുമായ ശാന്തസുന്ദരവുമായ ഒരു കടൽ തീരമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ഇതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. പക്ഷെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം രണ്ടും ഒരാളാണ് കൈകാര്യം ചെയ്യുന്നത്, മരുമോനാണ്. ഒന്ന് പൊതുമരാമത്തിന്റെ മന്ത്രിയാണ്, ടൂറിസത്തിന്റെ മന്ത്രിയാണ്. രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും ശംഖുമുഖത്തെ കുറിച്ച് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? നമുക്ക് റോഡ് പണിയാൻ അറിയില്ല. ഇനി അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ശംഖുമുഖത്ത് നിന്ന് കോവളത്തേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ പണിയുക. അപ്പോൾ ഉള്ള ഗുണം എന്താണ്? കടലെല്ലാം കണ്ട് ആളുകൾക്ക് പോവുകയും ചെയ്യാം. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലുണ്ടല്ലോ കടൽ തീരത്ത് എലിവേറ്റഡ് ഹൈവേ. അപ്പൊ അങ്ങനെ ഒരു ഉയരക്കൂടെ പോട്ടെ. അപ്പൊ താഴെ വിമാനത്താവളത്തിലേക്ക് പോകുന്ന റോഡുണ്ടെങ്കിൽ വിമാനത്താവളത്തിലേക്കുള്ള ട്രാഫിക് ജാമും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ശംഖുമുഖത്തുനിന്ന് കോവളത്തേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ സൃഷ്ടിച്ചാൽ അത് കോവളത്തേക്കുള്ള ടൂറിസ്റ്റുകാരെയും വളരെ നന്നായി പ്രോത്സാഹിപ്പിക്കും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. മോണോ റെയിലോ മിനി റെയിലോ, കേരളയിലെ കമ്പനിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ചെറിയ മോണോ റെയിലോ മിനി റെയിലോ ഒക്കെ കുറിച്ച് ആലോചിക്കുക. അത്തരത്തിലൊക്കെ ചിന്തിച്ച് ശംഖുമുഖം റോഡിന്റെയും ശംഖുമുഖം ബീച്ചിന്റെയും അടിയന്തരമായി അവിടെ എഞ്ചിനീയറിംഗ് സർവേ നടത്തി എങ്ങനെയാണ് ആ ബീച്ചിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് കൂടി വന്നപ്പോൾ വീണ്ടും കുറേ വിവാദങ്ങൾ വന്നിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ സമീപത്തുള്ള അഴീക്കൽ വരെയുള്ള തീരങ്ങൾക്ക് കുറേ അധികം പ്രതിസന്ധികൾ വരാം എന്ന് ചില പഠനങ്ങളും അനൗപചാരികമായി വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു കപ്പൽ ഇത് വരുമ്പോൾ കപ്പൽ വരണ്ട, അല്ലെങ്കിൽ പോർട്ട് വരണ്ട എന്നൊന്നും നമുക്കിന് പറയാൻ കഴിയില്ല. കാര്യം പോർട്ട് വന്നു കഴിഞ്ഞു. അവിടെ കപ്പൽ വരുന്ന ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, വിഴിഞ്ഞം പോർട്ട് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ എത്ര അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ശംഖുമുഖം കടൽത്തീരത്ത് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഗവേഷണം നടക്കണം. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ ആളുകൾ കാണില്ല, നമ്മുടെ സംസ്ഥാനത്ത് കാണില്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ NIT പോലുള്ള IIT പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയർമാരുടെയും ഇതുപോലത്തെ എഞ്ചിനീയർമാരുടെയൊക്കെ സംവിധാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എത്രയോ വിദേശ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ കേസായിട്ട് എടുത്ത് നമുക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും ശംഖുമുഖത്തിന്റെ ഇന്നലത്തെ വാർത്തകൾ അനുസരിച്ച് ഈ മണ്ഡപത്തിന്റെ അവിടം വരെയും നമ്മുടെ കാനായി കുഞ്ഞിരാമന്റെ മത്സ്യകന്യകയുടെ ആ പ്രതിമ വരെയും ഉള്ള ഭാഗത്തേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇനി എത്ര സമയം അവിടെ കാണുമെന്നറിയില്ല. അതെല്ലാം കടലെടുത്ത് പോകുമോ എന്നറിയില്ല. വളരെ വളരെ മോശമായ രീതിയിലാണ് ശംഖുമുഖം കടൽ തീരത്തിന്റെ ഓരോ ഭാഗവും കടലെടുത്ത് പോകുന്നത്. ഇനി അതെടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്തൊട്ട് എന്താ സംഭവിക്കും? ഓരോ വർഷവും കല്ലിട്ടത് കൊണ്ടോ അവിടെ വേലി കെട്ടി വെച്ചത് കൊണ്ടോ കുറച്ച് പൊക്കത്തിൽ സിമന്റ് ഇട്ട് വെച്ചിട്ട് ആളുകളെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത് കൊണ്ടോ തീരുന്നതല്ല. തീരദേശ ശോഷണവും തീരദേശ മണ്ണൊലിപ്പും ഈ കടലെടുക്കലും കടൽ കയറലും ഒന്നും. അത് വളരെ കൃത്യമായ, വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി വളരെ കൃത്യമായ ഇടപെടലുകളാണ് ആവശ്യം. അത്തരം ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് ആലോചിക്കാം, നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ ഓരോ വർഷവും PWDയും ഇറിഗേഷൻകാരും ഒക്കെ അവിടെ പോയി ധാരാളം പണം കുഴിച്ചിടുകയാണ്. ആ കുഴിച്ചിടുന്ന പണം മുഴുവൻ കടലെടുത്തുകൊണ്ട് പോവുകയാണ്. കല്ലും റോഡും എല്ലാം കടലെടുത്ത് പോകുന്നു. വീണ്ടും നമ്മൾ കുഴിച്ചിടും, കടലെടുക്കും, കുഴിച്ചിടും, കടലെടുക്കും. ഇതൊരു എല്ലാ വർഷവും നിത്യം ചെയ്യുന്ന ഒരു അഭ്യാസമായിട്ട് മാറിയിട്ടുണ്ട്. അതൊഴിവാക്കി വളരെ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി വേണം ശംഖുമുഖത്തെ രക്ഷിച്ചെടുക്കാൻ. ആ തീരദേശം എന്ന് പറയുന്നത് 2-3 കാരണങ്ങളാൽ പ്രധാനമാണ്. ഒന്ന്, ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു തീരമാണ്. 2, മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു തീരമാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. വിമാനത്താവളത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പൈതൃകമുള്ളൊരു പ്രദേശമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം നഗരത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വലിയ പൈതൃകമുള്ളൊരു നാട് കൂടിയാണത്. അപ്പോൾ അത്രയും പൈതൃകമുള്ള അവിടെ വിമാനത്താവളം വരെ അടച്ചിടും. 4-5 മണിക്കൂർ വിമാനത്താവളം അടച്ചിട്ടിട്ടാണ് ഈ ആറാട്ട് അവിടെ ആഘോഷിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ലോകത്ത് അപൂർവം വിമാനത്താവളങ്ങളാണെങ്കിൽ അടച്ചിടുന്നത്, ഇങ്ങനെ ഒരുപാട് സമയം അടച്ചിടുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾക്ക്. വിമാനത്താവളം ഒന്നും ഒരിടത്തും അടച്ചിടാറില്ല, ഫുൾ ടൈം പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിട്ടിട്ട് പോലും അവിടുത്തെ ആറാട്ടിനെ സഹായിക്കുന്ന രീതിയിൽ ആറാട്ടിന് വേണ്ടി അടച്ചിടുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പാരമ്പര്യവും
പൈതൃകവും ഒക്കെ സംസ്കാരവും ഒക്കെ ഉള്ളൊരു ഒരു ബീച്ചാണത്. ആ ബീച്ചിനെ കണ്ടില്ല എന്ന് നടിക്കരുത്. മറ്റ് ബീച്ചുകളെ പോലെ അല്ല ശംഖുമുഖം ബീച്ച്. അതിൻ്റെതായ ഗരിമയുണ്ട്, ഗൗരവമുണ്ട്. അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി ഉൾക്കൊള്ളും, അല്ലെങ്കിൽ ഗവൺമെന്റ് കോർപ്പറേഷനും ഇതിൽ വലിയ പങ്കുണ്ട്, ഉൾക്കൊള്ളുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ശംഖുമുഖം കടപ്പുറത്തെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ മഴക്കാലവും ശംഖുമുഖത്തെ ആളുകളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. അവിടെ പോകുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. അത് നമുക്ക് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ശംഖുമുഖത്തെ അതിശക്തമായ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാം.